എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ധ്രുവചരിതമാണ്. ആകാശത്ത് അനന്തകോടി നക്ഷത്രങ്ങളുള്ളപ്പോൾ അതിൽ ഏറ്റവും മനോഹരമായി പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്ന ധ്രുവനക്ഷത്രത്തെ ആരും മറക്കുകയില്ല. ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിലുള്ള നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് യശസ് നേടി ധ്രുവനക്ഷത്രമായി തീർന്ന ഭക്തനായ ധ്രുവൻ്റെ കഥ കേൾക്കുന്നത് തന്നെ പുണ്യമാണ്. മനു മഹാരാജാവിൻ്റെ മൂത്ത മകനായ പ്രിയവ്രതന് രാജ്യകാര്യങ്ങളിലും ഗൃഹസ്ഥാശ്രമത്തിലും ഒരു താല്പര്യവുമില്ലാതെ അതിൽ നിന്നെല്ലാം അദ്ദേഹം വിട്ടുനിന്നു. രണ്ടാമത്തെ മകനായ ഉത്താനപാദൻ രാജ്യഭാരം ഏറ്റെടുത്തു. അദ്ദേഹത്തിന് സുനീതി, സുരുചി എന്ന 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 പേരിലും രാജാവിന് ഓരോ മക്കൾ. സുനീതിയുടെ മകൻ ധ്രുവനും സുരുചിയുടെ മകൻ ഉത്തമനും. ഉത്തമൻ്റെ അമ്മ സൽസ്വഭാവിനിയല്ലായിരുന്നു. അസൂയ, പോര്, തന്നെപ്പോലെ ആരുമില്ലെന്ന ഭാവം, തനി സ്വാർത്ഥം എന്നീ വക ദുശീലങ്ങളെല്ലാം അവൾക്കുണ്ടായിരുന്നു. എന്നാലും രാജാവിനെ സ്വാധീനമാക്കി വയ്ക്കാൻ അവൾ സമർത്ഥയായിരുന്നു. സുനീതി നേരെ മറിച്ചാണ്. അവൾ സുശീലയും സ്നേഹമുള്ളവളും സാധുവുമായിരുന്നു. എന്നിരുന്നാലും രാജാവിന് സുരുചിയെയാണ് അധികം ഇഷ്ടം. അവളും മകനും എപ്പോഴും രാജാവിൻ്റെ കൂടെ തന്നെയാവും. ഒരു ദിവസം ഉത്തമൻ രാജാവിൻ്റെ മടിയിൽ കയറിയിരുന്ന് അമ്മയുമായി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ധ്രുവനും അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കണമെന്ന് തോന്നി. സ്വാഭാവികമല്ലേ അത്? അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ അവനെ നോക്കിയതേയില്ല. കാരണം അദ്ദേഹത്തിന് സുരുചിയെ പേടിയാണ്. എങ്ങോട്ടാണ് ഈ കുട്ടി പോകുന്നത്? അച്ഛൻ്റെ അടുത്തെത്തും മുമ്പേ സുരുചി പറഞ്ഞു. ഉത്തമൻ്റെ മാതിരി അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനൊന്നും നീ നോക്കണ്ട. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് നീ എൻ്റെ മകനായി ജനിക്കേണ്ടിയിരുന്നു. നീ ആ സുനീതിയുടെ മകനായിട്ടല്ലേ ജനിച്ചത്? സങ്കടം സഹിക്കവയ്യാതെ അവൻ അവിടെ തന്നെ നിന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങിയപ്പോൾ ആ ദുഷ്ട പറയുകയാണ്, ഇവിടെ നിന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. പോയി നിൻ്റെ അമ്മയുടെ അരികത്ത് പോയി നിന്ന് കരയെ. അല്ലെങ്കിൽ എടാ കുട്ടി, അവൾ കൂട്ടിച്ചേർത്തു, നീ പോയി വിഷ്ണു ഭഗവാനെ സേവിച്ച് എൻ്റെ മകനായി ജനിക്കാൻ വരം വാങ്ങിവ. അപ്പോൾ നിനക്ക് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാം. പാവം ധ്രുവൻ. കുട്ടി പിന്നെ അവിടെ നിന്നില്ല. അമ്മയുടെ അടുക്കലേക്ക് ഓടിപ്പോയി. കണ്ണീരിൽ കുളിച്ചുകൊണ്ട് നടന്ന സംഗതിയെല്ലാം അമ്മയോട് പറഞ്ഞൊപ്പിച്ചു. അമ്മയാകട്ടെ മകനെ വാരിയെടുത്ത് ഉമ്മ വെച്ച് കവിളിലെ കണ്ണുനീർ ഒപ്പിയെടുത്ത് മാറോടണച്ചു പറഞ്ഞു, മകനെ, നിന്റെ ഈ അമ്മ ഭാഗ്യഹീനയാണ്. ദൈവം മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. ശ്രീഹരിയുടെ കാരുണ്യമുണ്ടായാൽ സാധിക്കാത്തതായി ഒന്നുമില്ല. എവിടെ ചെന്നാലാണ് അമ്മേ ശ്രീഹരിയെ കാണുക? എങ്ങനെയെങ്കിലും ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിക്കും. അയ്യോ മകനെ, സാഹസത്തിനൊരുങ്ങരുതേ. കാര്യം നല്ലത് തന്നെയാണ്. എങ്കിലും നീ ഒരു പിഞ്ചു കുഞ്ഞാണെന്ന് ഓർക്കണം. കാലാകാലം തപസ്സനുഷ്ഠിക്കുന്ന മഹർഷിമാർക്ക് പോലും ശ്രീഹരിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ധ്രുവൻ ഒന്നും പറഞ്ഞില്ല. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ധ്രുവൻ എഴുന്നേറ്റ് ശ്രീഹരിയെ അന്വേഷിച്ച് ഇറങ്ങി നടന്ന് നേരം പുലർന്നപ്പോഴേക്കും ഒരു കാട്ടിൽ ചെന്നുപെട്ടു. അവിടെ അവൻ കുറുക്കനെയും കരടിയെയും സിംഹത്തെ പോലും കണ്ടു. ശ്രീഹരി എവിടെയാണ് ഉണ്ടാവുക എന്ന് അവരോടൊക്കെ ചോദിച്ചു. ആരും ഒന്നും പറഞ്ഞില്ല. അവന് ഒരു ഭയവും തോന്നിയില്ല. കാരണം ഭയത്തിന് അവൻ്റെ ഉള്ളിൽ സ്ഥാനമില്ല. നിറയെ ശ്രീഹരിയാണ്. അങ്ങനെ വഴിയിൽ നാരദമുനിയുടെ മുമ്പാകെ ചെന്നുവിട്ടു. മഹർഷി, ശ്രീഹരി എവിടെയാണ്? അങ്ങോട്ടുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? ത്രികാലജ്ഞനായ നാരദന് സംഗതി മുഴുവൻ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, വത്സ, നീ എത്ര ചെറിയ കുട്ടിയാണ്. 5 or 6 വയസ്സേ ആയിട്ടുള്ളൂ. നിനക്ക് മഹാവിഷ്ണുവിനെ തപസ്സിരുന്ന് പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അതിനാൽ നീ സാഹസത്തിനൊന്നും മുതിരാതെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഞാനൊരു കുട്ടിയായതിനാൽ ശ്രീഹരി വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും. വീട്ടിലേക്ക് പോവില്ല. ധ്രുവൻ്റെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ മഹർഷി അവന് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ധ്യാനിക്കുവാനും തപസ്സനുഷ്ഠിക്കുവാനും പഠിപ്പിക്കുകയും ചെയ്ത ശേഷം മധുവനത്തിൽ പോയി തപസ്സു ചെയ്യാൻ ഉപദേശിച്ചു. യമുനാ തീരത്തിലെ മനോഹരമായ മധുവനത്തിൽ ധ്രുവൻ തപസ്സു തുടങ്ങി. ആദ്യം ദിവസത്തിലൊരിക്കൽ വല്ലതും തിന്ന് വിശപ്പടക്കും. പിന്നെ വെറും നിരാഹാരം. അവസാനം വായുഭക്ഷണവും ഉപേക്ഷിച്ച് ഒറ്റക്കാലിൻ്റെ പെരുവിരലിൽ ശ്വാസം അടക്കിപ്പിടിച്ച് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടങ്ങനെ
തപസ് ആരംഭിച്ചപ്പോൾ ലോകം നടുങ്ങിപ്പോയി. ജീവജാലം ശ്വാസം കിട്ടാതെ കുഴങ്ങി. ദേവാദികൾ സംഭ്രാന്തരായി ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അടുത്ത് എന്ന് വസ്തുത അറിയിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, സാരമില്ല, ഞാനിതാ മധുവനത്തിലേക്ക് പോവുകയായി. ദേവാദികൾ തിരിച്ചുപോയി. അങ്ങനെ അത്ഭുതകരമായ മനസ്ഥൈര്യത്തോടെ 6 മാസം തപസ്സനുഷ്ഠിച്ച് ധ്രുവൻ ഭഗവാന്റെ സഗുണസ്വരൂപം മനസ്സിൽ ധ്യാനിച്ചുറപ്പിച്ച് നിൽക്കവേ അതേ ധ്യാനസ്വരൂപമത തൻ്റെ മുന്നിൽ പുഞ്ചിരി തൂകി നിൽക്കുന്നു. ധ്രുവൻ ധ്യാനത്തിൽ നിന്നും ഉണർന്ന് ഭഗവാനെ നമസ്കരിച്ച് തൊഴുതുകൊണ്ട് നിൽപ്പായി. ക്ഷീണം കൊണ്ടാവാം ഒന്നും പറയാൻ തോന്നിയില്ല. വത്സ, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നീ കാണിച്ച തൻ്റെടവും ഭക്തിയും കരളുറപ്പും എന്നിൽ മതിപ്പുളവാക്കുന്നു. നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് സാധിക്കും. നീ വളർത്തിയെടുത്ത സൽസ്വഭാവത്തിലും ഭക്തിവിശ്വാസത്തിലും ഞാൻ അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നു. പിഞ്ചു കുഞ്ഞായ നീ ഇനി തിരികെ അച്ഛനമ്മമാരുടെ അടുക്കലേക്ക് പോകണം. വലുതായി ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ച് അച്ഛൻ്റെ കാലശേഷം രാജ്യഭാരം ഏറ്റെടുത്ത് ധർമ്മമാർഗങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ അനേകകാലം ജനസേവനം നടത്തുക. അത് നിന്നെ ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് ഉയർത്തും. ഭഗവാൻ ധ്രുവനെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ച ശേഷം ഗരുഡാരൂഢനായി അവിടെ നിന്നും മറഞ്ഞു. ഉന്മേഷവാനായി തീർന്ന ധ്രുവൻ നാട്ടിലേക്ക് തിരിച്ചു. അന്ന് ധ്രുവൻ പോയതറിഞ്ഞപ്പോൾ ഉത്തമന് അമ്മയോട് കലശലായ ദേഷ്യം തോന്നി. പക്ഷെ എന്തു ചെയ്യും? നാരദൻ ചെന്ന് അച്ഛനോട് ധ്രുവൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു കേട്ടത് മുതൽ ഉത്തമൻ തേരുമായി ധ്രുവൻ വരുന്നതും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ദൂരെ ധ്രുവൻ വരുന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് അനുജനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. രണ്ടുപേരും ആഹ്ലാദഭരിതരായി കണ്ണുനീർ വാർത്ത് ഒന്നും പറയാനാവാതെ തെല്ലിട നിന്ന ശേഷം തേരിൽ കയറി രാജധാനിയിലേക്ക് പോന്നു. ചെന്ന ഉടനെ ധ്രുവൻ അച്ഛൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അച്ഛനാകട്ടെ മതിമറന്ന സന്തോഷത്തോടെ മകനെ വാരിയെടുത്ത് മാറോടണച്ചു. ധ്രുവൻ സുരുചി മാതാവിനെയും ജ്യേഷ്ഠനെയും നമസ്കരിച്ചു. പിന്നെ സ്വന്തം മാതാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ആ അമ്മ കണ്ടയുടനെ ഓടിച്ചെന്നെടുത്ത് ആഹ്ലാദത്തിൻ്റെ ഒഴുകിയ കണ്ണുനീരിൽ കുളിപ്പിച്ചുകൊണ്ട് നിർവൃതി കൊണ്ടു. യഥാകാലം ധ്രുവൻ ശൈശുമാര പ്രജാപതിയുടെ മകൾ ഭൂമി എന്ന കന്യകയെ വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ഭാര്യയായ ഭൂമിയിൽ അദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ടായി, കൽപ്പനും വത്സരനും. രണ്ടാമതായി അദ്ദേഹം വായുപുത്രിയായ ഇള എന്ന കന്യകയെ വേളി കഴിച്ചു. ഇളയിൽ ധ്രുവന് ഉൽക്കലൻ എന്നു പേരായ ഒരു പുത്രനും ജനിച്ചു. പിന്നീട് ഉത്താനപാത രാജാവ് ധ്രുവനെ രാജാവാക്കി വാഴിച്ച് വാനപ്രസ്ഥത്തിന് പോയി പരലോകം പ്രാപിച്ചു. ധ്രുവൻ്റെ രാജ്യഭരണം മാതൃകാപരമായിരുന്നു. ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെടാതെ തന്നെ പ്രജകളുടെ സ്ഥിതിഗതികൾ കണ്ടറിഞ്ഞ് അവർക്കും രാജ്യത്തിനും ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. നാടെങ്ങും സമാധാനവും സംതൃപ്തിയും വിളയാടി. അതിനിടയിൽ ഖേദകരമായ ഒരു സംഭവമുണ്ടായി. ധ്രുവൻ്റെ സഹോദരൻ ഉത്തമൻ നായാട്ടിന് പോയപ്പോൾ കുബേരൻ്റെ ആൾക്കാരായ ചിലരോട് യുദ്ധം ചെയ്യുകയും വീരസ്വർഗം പ്രാപിക്കുകയും ചെയ്തു. അമ്മ സുരുചി മകനെ തിരിഞ്ഞുപോയി കാട്ടുതീയിലകപ്പെട്ട് വെന്തു മരിക്കുകയും ചെയ്തു. അവിചാരിതമായി ഈ 2 ദുരന്തങ്ങൾ രാജാവിൻ്റെ മനസ്സിനെ വല്ലാതെ ഇളക്കി. സഹോദരൻ്റെ മരണത്തിന് കാരണക്കാരായ ആ രാക്ഷസന്മാരെ അഥവാ കുബേരഭൃത്യന്മാരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതി ധ്രുവൻ വലിയൊരു സൈന്യവിഭാഗവുമായി ചെന്ന് അവരോട് യുദ്ധം തുടങ്ങി. കുബേരൻ്റെ ആൾക്കാരായ യക്ഷന്മാർ യുദ്ധത്തിൽ ചത്തൊടുങ്ങാൻ തുടങ്ങിയപ്പോൾ കുബേരൻ കൂടുതൽ സൈന്യങ്ങളെ അയച്ച് യുദ്ധരംഗം ചോരക്കളമാക്കി മാറ്റി. യുദ്ധത്തിൽ അനേകം നിരപരാധികൾ വധിക്കപ്പെടുന്നതായി കണ്ട് കുലകൂടസ്ഥനായ സ്വയംഭൂ മനു പ്രത്യക്ഷനായി വന്ന് ധ്രുവനോട് യുദ്ധം നിർത്താൻ പറഞ്ഞു. മനു തുടർന്നു, ഇതെന്തൊരു സാഹസമാണ് മഹാരാജാവേ! ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്നവരല്ലേ സഹോദരനും മാതാവും. നശ്വരമായ ആ 2 ദേഹങ്ങൾ പോയതിൽ ഇത്രയധികം ദുഃഖമോ? രാജാവ് ഇനിയും മായയെ ജയിച്ചില്ലേ? ആ 2 പേരുടെ പേരിൽ ഇത്ര വലിയ രക്തച്ചൊരിച്ചിന് തുടങ്ങരുതായിരുന്നു. ഇനി ഏതായാലും യുദ്ധം നിർത്തി തിരിച്ചുപോയി രാജ്യം ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് മനു അന്തർധാനം ചെയ്തു. യുദ്ധം ഒഴിവായി കിട്ടിയതിൽ സന്തോഷിച്ച് കുബേരൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് എന്തെങ്കിലും വരം വേണോ എന്നന്വേഷിച്ചു. ധ്രുവൻ പറഞ്ഞു, എനിക്ക് ഭഗവാൻ മഹാവിഷ്ണുവിലുള്ള ഭക്തി അചഞ്ചലമാകണം. ശരി, അങ്ങനെ തന്നെ വരും എന്ന് പറഞ്ഞ് കുബേരനും അനുഗ്രഹിച്ചു. ധ്രുവ മഹാരാജാവ് 26,000 വർഷം രാജ്യം ഭരിച്ചു.
അതിനുശേഷം തൻ്റെ പുത്രനായ ഉൽക്കലനെ രാജാവാക്കി. അതിനുശേഷം അദ്ദേഹം തീർത്ഥാടനത്തിനായി ഇറങ്ങി. എല്ലാ പുണ്യതീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിച്ച് ബദരിയാശ്രമത്തിൽ ചെന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനെ മനസ്സിലുറപ്പിച്ച് തപസ്സു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിഷ്ണു പാർഷദന്മാരായ സുനന്ദനന്ദന്മാർ പ്രകാശം പരത്തുന്ന തങ്കത്തേരുമായി ധ്രുവൻ്റെ അടുക്കൽ ചെന്ന് വൈകുണ്ഠത്തേക്ക് പോകുവാൻ സമയമായെന്നറിയിച്ചു. ധ്രുവനാകട്ടെ അളകനന്ദ എന്ന തീർത്ഥക്കുളത്തിലിറങ്ങി ദേഹശുദ്ധി വരുത്തിയ ശേഷം വിമാനത്തിൽ കയറാൻ തുടങ്ങവേ അദ്ദേഹത്തിന് അമ്മയെപ്പറ്റി ഓർമ്മ വന്നു. അവരെവിടെയായിരിക്കും? വിഷ്ണു പാർഷദന്മാർ ധ്രുവൻ്റെ ഇംഗിതമറിഞ്ഞ് മുമ്പിൽ പോകുന്ന മറ്റൊരു രഥത്തിൽ ഇരിക്കുന്ന സുനീതി ദേവിയെ കാണിച്ചു കൊടുത്തു. അനിതര സാധാരണമായ സ്വഭാവ വൈശിഷ്ട്യവും കറയറ്റ ധർമ്മബോധവും മനുഷ്യസ്നേഹവും ഇണങ്ങിച്ചേർന്ന ധ്രുവൻ്റെ സൽകീർത്തി ദീർഘകാലം നിലനിർത്താൻ ഭഗവാൻ മഹാവിഷ്ണു ഒരു പ്രകാശഗോളം നിർമ്മിച്ച് ആകാശത്തിൽ 27 നക്ഷത്രങ്ങളുടെയും സപ്തർഷികളുടെയും മേലെ പ്രതിഷ്ഠിച്ചു. ധ്രുവനക്ഷത്രം എന്ന പേരിൽ സൽക്കർമ്മങ്ങളുടെ പ്രതീകമായും മാനവ സമുദായത്തിന് സ്ഥിരമായൊരു വഴികാട്ടിയായും ആ പ്രകാശഗോളം ഇന്നും ആകാശത്തിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.